പാർട്ടിയുടെ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ചുമതലയുള്ള കേന്ദ്ര പാർലമെൻ്ററി കാര്യമന്ത്രി ശ്രീ പ്രഹ്ലാദ് ജോഷി തൃശ്ശൂർ ജില്ലയിലെ വിജയയാത്രയിൽ സംബന്ധിക്കും. ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ 28-ാം തീയതി എറണാകുളം ജില്ലയിലെ ജാഥയിൽ അവരുടെ സാന്നിധ്യമുണ്ടാകും. കേന്ദ്ര മന്ത്രി ശ്രീമതി സ്മൃതി ഇറാനി 2-ാം തീയതി കോട്ടയം ജില്ലയിലെ യാത്രയിൽ അവരുണ്ടാകും. യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ തേജസ്വി സൂര്യ ആലപ്പുഴയിലെ സമ്മേളനത്തിൽ സംബന്ധിക്കും. പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ദേശീയ വക്താവുമായ ശ്രീമതി മീനാക്ഷി ലേഖി പത്തനംതിട്ടയിൽ പരിപാടിയിൽ സംബന്ധിക്കും. ഈ അടുത്ത കാലത്ത് BJPയിൽ ചേർന്ന IPS ഉദ്യോഗസ്ഥൻ തമിഴ്നാട്ടിലെ ശ്രീ അണ്ണാമലൈ IPS അദ്ദേഹം കൊല്ലം ജില്ലയിലെ പരിപാടിയിലുണ്ടാകും. തിരുവനന്തപുരത്തെ സമാപന സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത് അമിത്ഷാജിയാണ്. അതേപോലെ ഈ അടുത്ത കാലത്ത് BJP ചേർന്നിട്ടുള്ള പഴയ കോൺഗ്രസ് നേതാവ് സിനിമാ താരമായിട്ടുള്ള ശ്രീമതി ഖുഷ്ബു സുന്ദർ അവർ പാലക്കാട് ജില്ലയിലെ വിജയയാത്രയിൽ അവരുടെ സാന്നിധ്യമുണ്ടാകും. ഇങ്ങനെ എല്ലാ ജില്ലകളിലും കേന്ദ്ര നേതാക്കന്മാരും കേന്ദ്രമന്ത്രിമാരും മുതിർന്ന നേതാക്കൾ ഈ ജാഥയിൽ സംബന്ധിക്കുന്നു. ജാഥയുടെ ഭാഗമായി 14 മെഗാ റാലികളും 80 വലിയ പൊതുസമ്മേളനങ്ങളും ഞങ്ങൾ സംഘടിപ്പിക്കുന്നു. ഈ വലിയ പൊതുസമ്മേളനങ്ങളിലെല്ലാം പാർട്ടിയുടെ കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാർ അവരെല്ലാവരും ഈ യോഗത്തിൽ സംബന്ധിക്കും. 3 പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളാണ് ഈ ജാഥയുടെ ഭാഗമായി BJP ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഒന്ന്, അഴിമതി വിമുക്തമായ ഒരു കേരളം ഉണ്ടാവണം. രണ്ടാമത്, പ്രീണന വിരുദ്ധ രാഷ്ട്രീയം കേരളത്തിൽ ഉണ്ടാവണം. മൂന്നാമത്തത്, കേരളത്തിന്റെ സമഗ്ര വികസനം. ഈ 3 മുദ്രാവാക്യങ്ങൾ, അഴിമതി വിമുക്തം, പ്രീണന വിരുദ്ധം, സമഗ്ര വികസനം, ഈ 3 മുദ്രാവാക്യമാണ് വിജയയാത്രയുടെ ഭാഗമായി ഞങ്ങൾ കേരളത്തിൽ ഉയർത്തുന്നത്. ഒരു പുതിയ കേരളം എന്ന ആശയമാണ് ഈ ജാഥയുടെ ഭാഗമായി BJP മുമ്പോട്ട് കൊണ്ടുവരുന്നത്. പുതിയ കേരളം BJPയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമാണ്. പുതിയ കേരളത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ സമാഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി ഈ യാത്രയുടെ ഭാഗമായിട്ടുണ്ടാകും. എല്ലാ ജില്ലകളിലും പ്രത്യേകം ക്ഷണിക്കപ്പെടുന്ന ആളുകളുമായി സമൂഹത്തിലെ വ്യത്യസ്ത തുറകളിലുള്ള വ്യാപാരികൾ, വ്യവസായികൾ, വിദ്യാഭ്യാസ പ്രവർത്തകന്മാർ, അതുപോലെ തന്നെ അഭിഭാഷകരായിട്ടുള്ള ആളുകൾ, ഡോക്ടർമാർ, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഇങ്ങനെ സമൂഹത്തിലെ വ്യത്യസ്ത തുറകളിൽപ്പെട്ടിട്ടുള്ള ആളുകളുമായി പുതിയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശയവിനിമയം നടത്താൻ ഈ യാത്രയുടെ ഭാഗമായൊരു ശ്രമമുണ്ട്. എല്ലാ ജില്ലകളിലും ജാഥ എത്തുമ്പോൾ ജില്ലാ കേന്ദ്രത്തിൽ ഇത്തരം ആളുകളുമായി സംസ്ഥാന അധ്യക്ഷന്റെ കൂടിച്ചേരലുകൾ, അവരുമായിട്ടുള്ള ആശയവിനിമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൂടാതെ കേരളത്തിലെ വ്യത്യസ്ത മത സാമുദായിക ഘടകങ്ങൾ അവരുമായിട്ടുള്ള ഇന്ററാക്ഷനും ഈ യാത്രയുടെ ഭാഗമായിട്ട് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. യാത്ര ഓരോ ജില്ലകളിലും അവിടുത്തെ ചെറുതും വലുതുമായിട്ടുള്ള സാമുദായിക സംഘടനകൾ, വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ നേതാക്കന്മാർ, ഇവരൊക്കെ ആയിട്ടുള്ള ആശയവിനിമയം, അവരുടെ ചില ഗെറ്റ് ടുഗദറുകൾ, ഇതൊക്കെ ഈ ജാഥയുടെ ഭാഗമായി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ കേരളത്തെക്കുറിച്ചുള്ള ഒരു ആശയവിനിമയം നടത്തുക എന്നുള്ളത്. ഇതേപോലെ തന്നെയാണ്
വിദ്യാർത്ഥികൾ, യുവാക്കൾ, സ്ത്രീകൾ ഇത്തരം ആളുകളുമായിട്ട് കൂടി കേരളത്തിന്റെ 2-3 മേഖലകളിലായി ഇത്തരം ആളുകൾ, കോളേജ് വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാരായ യുവാക്കൾ, യുവതി യുവാക്കൾ, അതുപോലെ തന്നെ പ്രമുഖ മഹിളാ നേതാക്കന്മാർ, ഇവരൊക്കെ ആയിട്ടുള്ള ആശയവിനിമയവും സംസ്ഥാന അധ്യക്ഷന്റെ ആശയവിനിമയം ഈ യാത്രയുടെ ഭാഗമായി ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതും പുതിയ കേരളത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ ആശയത്തെ അത് മൂർത്തമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ അഭിപ്രായം തേടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗം കൂടിയാണ്. അതുകൊണ്ട് വിജയയാത്ര, പുതിയ കേരളം എന്നുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. വലിയ തോതിൽ അതിന്റെ തയ്യാറെടുപ്പുകൾ കേരളത്തിലെ എല്ലാ ഭാഗത്തും നടന്നു വരികയാണ്. യാത്രയുടെ കൂടെ യാത്രയുടെ സ്ഥിരാംഗങ്ങളായി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരെ കൂടാതെ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റും മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റും ശ്രീ പ്രഫുൽ കൃഷ്ണനും ശ്രീമതി നിവേദിതയും ഈ ജാഥയുടെ സ്ഥിരാംഗങ്ങളായി കൂടെ ഉണ്ടാകും. അതുകൂടാതെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള മുഴുവൻ ആളുകളും ജാഥയുടെ കൂടെ ഉണ്ടാകും. കേരളത്തിൽ UDF-ന്റെയും LDF-ന്റെയും ബദലായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാൻ, അതിനാവശ്യമായിട്ടുള്ള ഒരു പ്രചരണത്തിന് നേതൃത്വം കൊടുക്കാൻ കേന്ദ്ര നേതാക്കന്മാരുടെ സാന്നിധ്യവും ഈ യാത്രയും പ്രയോജനപ്പെടുമെന്നുള്ളതാണ് BJP-യുടെ വിശ്വാസം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കന്മാർ, പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും ജനപ്രിയരായിട്ടുള്ള 2 പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ശ്രീ അമിത്ഷാജിയെയും ശ്രീ യോഗി ആദിത്യനാഥിനെയും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ലഭിച്ചു എന്നുള്ളത് ജാഥയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന വലിയ ചലനങ്ങളുടെ ഒരു സൂചനയായിട്ട് തന്നെയാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. യാത്രയുടെ വിശദാംശങ്ങൾ ഇതൊക്കെയാണ്. അതുകൂടാതെ ചില സാംസ്കാരിക പരിപാടികൾ ജാഥയുടെ ഭാഗമായിട്ടുണ്ടാകും. എല്ലാ സ്ഥലത്തും വിപുലമായിട്ടുള്ള പ്രചരണ പരിപാടികൾ ജാഥയ്ക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നു. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉദ്യോഗാർത്ഥികളുടെ വലിയ സമരം നടക്കുകയാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഉദ്യോഗാർത്ഥികൾ അവരുടെ ജീവൻ പ്രധാനമായ ഒരു പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. സമരം ചെയ്യുന്ന ആളുകളുമായി ചർച്ചയില്ല എന്നുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിലപാട് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. ചർച്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാടിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നത് ഈ സമരം രാഷ്ട്രീയമായി സ്പോൺസർ ചെയ്യുന്ന സമരമാണ് എന്ന ആക്ഷേപമാണ് ഉന്നയിച്ചത്. സമരം ചെയ്യുന്നവർ തന്നെ പറയുന്നു ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി ഇത് രാഷ്ട്രീയം കാണുന്നത്? CPM എപ്പോൾ മുതലാണ് സമരത്തെ ഭയപ്പെട്ടു തുടങ്ങിയത്? സമരം ചെയ്യുന്ന ആളുകളെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന സമീപനമാണ് ഈ ഗവൺമെന്റും അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും സ്വീകരിക്കുന്നത്. സമരത്തോടുള്ള ജനാധിപത്യപരമായ മനോഭാവം എന്താണ് എന്ന് ഈ രാജ്യത്ത് പല സന്ദർഭത്തിൽ BJP തെളിയിച്ചിട്ടുള്ളതാണ്. മഹാരാഷ്ട്രയിൽ വലിയ തോതിലുള്ള കർഷക സമരം നടന്നപ്പോ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന BJP നേതാവ് ദേവേന്ദ്ര ഫഡ്നവിസ് അദ്ദേഹം നേരിട്ട് സമരം ചെയ്യുന്ന കർഷകന്മാരെ ചർച്ചയ്ക്ക് വിളിക്കുകയും ചർച്ച ചെയ്യുകയും സമരമുഖത്ത് നേരിട്ട് പോവുകയും ചെയ്തിട്ടുള്ളതാണ്. ഡൽഹിയിൽ കർഷക സമരം ഇപ്പോൾ നടക്കുന്നുണ്ട്. ആ സമരവും ജനാധിപത്യപരമായി സമരം ചെയ്യുന്ന ആളുകളുമായിട്ട് കേന്ദ്ര സർക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിസഭയിലെ 2 മുതിർന്ന മന്ത്രിമാരാണ്
കൃഷി വകുപ്പിന്റെ ചുമതലയുള്ള നരേന്ദ്രസിംഗ് തോമറും അതുപോലെ തന്നെ മന്ത്രിസഭയിലെ മറ്റൊരു മുതിർന്ന മന്ത്രിയായിട്ടുള്ള പീയൂഷ് ഗോയലും രണ്ട് പ്രധാനപ്പെട്ട ക്യാബിനറ്റ് മന്ത്രിമാരെ തുടർച്ചയായിട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. ആദ്യവട്ട ചർച്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ട് പങ്കെടുത്തു. തുടർ ചർച്ചകൾക്കാണ് ഈ രണ്ട് ക്യാബിനറ്റ് മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയത്. പക്ഷെ തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് ചർച്ച ചെയ്യാൻ തയ്യാറല്ല എന്നുള്ള സമീപനം ഏത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്? മാത്രമല്ല, ഡിവൈഎഫ്ഐയെ ചർച്ച ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയെ മധ്യസ്ഥതയുടെ റോളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ സിപിഎമ്മിന്റെ യുവജന വിഭാഗമാണ്. ആ സിപിഎമ്മിന്റെ യുവജന വിഭാഗമായിട്ടുള്ള ആളുകളാണ് സർക്കാരിന് വേണ്ടി സംസാരിക്കേണ്ടത്. സർക്കാരിന് വേണ്ടി അവർ തെരുവിൽ സംസാരിക്കാം, അവർക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാം, ചാനലിൽ സംസാരിക്കാം. പക്ഷെ ഒരു സമരമുഖത്ത് സമരം ചെയ്യുന്ന ആളുകളുമായി മധ്യസ്ഥത ചർച്ച നടത്താൻ ഡിവൈഎഫ്ഐയെ നിയോഗിക്കാൻ ഈ സർക്കാരിന് എന്ത് അധികാരമാണുള്ളത്? അത് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ഡിവൈഎഫ്ഐ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ആരുമായിട്ടാണ് ചർച്ച നടത്തിയത്? മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽപ്പെട്ട രണ്ടുപേരുമായി. കേരളം ഭരിക്കുന്ന പിണറായി വിജയനാണോ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ വളരെ ജൂനിയർ ആയിട്ടുള്ള രണ്ട് സിപിഎം സഖാക്കളാണ്? ഞാൻ ചർച്ച നടത്തിയ ആളുകളുടെ പേരെന്ന് പറയുന്നില്ല. ആ പേരുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരാരാണെന്ന് അറിയാം. ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള രണ്ടാൾക്കാർ. അവർക്ക് സിപിഎമ്മിൽ സ്വാധീനമുണ്ടായേക്കാം. അവർ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് മാത്രമാണ്. എവിടെയെങ്കിലും നാം കേട്ടുകേൾക്കുന്നുണ്ടോ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് സമരം ചെയ്യുന്നവരുമായി ചർച്ച ചെയ്യുന്നത്? മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന് നേരിട്ട് വരാൻ ദുരഭിമാനമുണ്ടെങ്കിൽ, അഭിമാനക്കുറവുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രിസഭയിലെ ആരെങ്കിലും നിയോഗിക്കാം, മന്ത്രിസഭാംഗങ്ങൾ ചുമതലപ്പെടുത്താം. ഇനി മന്ത്രിസഭാംഗങ്ങളായിട്ടുള്ള പൊതുപ്രവർത്തകർക്ക്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അവർക്കൊക്കെ ഇപ്പൊ സമരം അരുചിയാണല്ലോ, രുചികരമല്ലല്ലോ. അതുകൊണ്ട് സമരം ചെയ്യുന്ന ആളുകളുമായി മുഖാമുഖം സംസാരിക്കാൻ അവർക്ക് മനസാക്ഷി കുത്തുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കാം, ചീഫ് സെക്രട്ടറിയെ നിയോഗിക്കാം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിയെ നിയോഗിക്കാം. ഇതൊക്കെ സർക്കാരിന്റെ ഭാഗമാണ്. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അവർക്കൊരു സമരമുഖത്ത് ആളുകളുമായി ചർച്ച ചെയ്യാൻ എന്ത് അധികാരമാണുള്ളത്? അതുകൊണ്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണോ അതോ ഈ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ടവരാണോ? നയപരമായിട്ടുള്ള തീരുമാനമെടുക്കാൻ ഈ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ടവർക്ക് അധികാരം നൽകിയിട്ടുണ്ടോ? ഏത് കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഡിവൈഎഫ്ഐ നടത്തിയിട്ടുള്ള ഈ മധ്യസ്ഥ ചർച്ചയിൽ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളുകൾ പങ്കെടുത്തിട്ടുള്ളത്? ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രി നിലപാട് പറയണം. മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ഭരണം നടക്കുന്നത്, ഭരണത്തെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണോ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ടവരാണോ എന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് കൃത്യമായൊരു മറുപടി കൊടുക്കാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. ഇത് ആളുകളെ കബളിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഈ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ ഇങ്ങനെ പരിഹസിക്കാനും കളിപ്പിക്കാനും പാടില്ല. അവരെ ജീവൻ പ്രധാനമായ ഒരു പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സമരം ചെയ്യുന്നത്. മാത്രമല്ല, ഈ സമരത്തിന്റെ ആധാരമായിട്ടുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളതിന് വിചിത്രമായിട്ടുള്ള വാദമാണ് സിപിഎമ്മിന്റെ നേതാക്കന്മാരും മുഖ്യമന്ത്രിയും ഒക്കെ നടത്തുന്നത്. ഇന്നലെ സിപിഎമ്മിന്റെ സെക്രട്ടറി പറയുന്നത് കേട്ടു, ഈ സമരം നിയമവിരുദ്ധമാണ് എന്ന്. എങ്ങനെയാണ് ഈ സമരം നിയമവിരുദ്ധമാവുക? അവരാരും നിയമം കയ്യിലെടുത്തിട്ടില്ലല്ലോ, നിയമവിരുദ്ധമായ ഒരു ആവശ്യം ഉയർത്തിപ്പിടിക്കുന്നില്ലല്ലോ. പുതിയ ഒഴിവുകൾ വരുമ്പോ
PSC റാങ്ക് ലിസ്റ്റിൽ നിയമനം നടത്തണം എന്ന് ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ് നിയമവിരുദ്ധമാവുക എന്ന് വിജയരാഘവൻ മറുപടി പറയണം. തങ്ങളെ പരിഗണിക്കാതെ താൽക്കാലിക നിയമനം നടത്തിയിട്ടുള്ള ആളുകളെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി പാടില്ല എന്ന ആവശ്യം എങ്ങനെയാണ് നിയമവിരുദ്ധമാവുക? താൽക്കാലിക തസ്തികയിൽ നിയമിച്ചവർക്ക് മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം വേണ്ടേ എന്നാണ് ഇന്നലെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ചോദിച്ചത്. താൽക്കാലിക നിയമനം എന്നുള്ളത് തന്നെ ഒരു നിയമവിരുദ്ധമായിട്ടുള്ള ഏർപ്പാടാണ്. രാജ്യത്ത് PSC ഉള്ളത്, കേരളത്തിൽ PSC ഉള്ളത് 17 മെമ്പർമാരാണ് കേരള PSC ഉള്ളത്. ഇത്രയും വലിയ ജംബോ PSC ഇന്ത്യയിൽ എവിടെയില്ല. ആ PSCക്ക് കാലാകാലങ്ങളിൽ ഒഴിവുകൾ നികത്താൻ പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഒഴിവുകൾ നികത്താൻ കഴിയാത്തത് കൊണ്ടാണല്ലോ താൽക്കാലികമായി നിയമനം നടത്തുന്നത്. അങ്ങനെയാണല്ലോ പറയുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല. താൽക്കാലിക നിയമനം നടത്താൻ വേണ്ടി PSCക്ക് റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയാണ്. അതൊരർത്ഥത്തിൽ പറഞ്ഞാൽ നിയമന നിരോധനമാണ്. അപ്രഖ്യാപിതമായിട്ടുള്ള നിയമന നിരോധനമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് താൽക്കാലിക നിയമനം നടക്കുന്നത്. താൽക്കാലിക നിയമനം നടക്കുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട ക്ലോസ് 6 മാസത്തിന് മുമ്പേ അവർ പിരിച്ചുവിടണമെന്നാണ്. അത് മുഖ്യമന്ത്രി മറന്നുപോയോ? ധനകാര്യമന്ത്രി മറന്നുപോയോ? 180 ദിവസം തികയുന്നതിന് 179ാമത്തെ ദിവസം 179ാമത്തെ ദിവസം അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നുള്ള കണ്ടീഷന്റെ അടിസ്ഥാനത്തിലല്ലേ കേരളത്തിലെ താൽക്കാലിക നിയമനം നടക്കുന്നത്? പിന്നെ എങ്ങനെയാണ് അവർ 10 വർഷം നീണ്ടുപോകുന്നത്? 6 മാസക്കാലത്തളവിലേക്ക് 6 മാസം എത്തുന്നതിന് തൊട്ട് മുമ്പ് നിയമിച്ചിട്ടുള്ള ആളുകൾ 10 വർഷമായി ഒരേ തസ്തികയിൽ എങ്ങനെ തുടരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ഉമ്മൻചാണ്ടിക്കും പിണറായി വിജയനും ബാധ്യതയില്ലേ? PS അച്യുതാനന്ദന് ബാധ്യതയുണ്ട്, ഉമ്മൻചാണ്ടിക്ക് ബാധ്യതയുണ്ട്, ഇനി പിണറായി വിജയന് ബാധ്യതയുണ്ട്. താൽക്കാലിക നിയമനം എന്നുള്ളത് നിയമവിരുദ്ധമാണ്. താൽക്കാലിക നിയമനം നടത്തുന്നത് രാഷ്ട്രീയ താല്പര്യം നിലനിർത്താൻ വേണ്ടിയാണ്. CPM-ന്റെ ആളുകളെ പിൻവാതിലൂടെ തിരികെ കയറ്റാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ് താൽക്കാലിക നിയമനം. അപ്പൊ താൽക്കാലിക നിയമനം കിട്ടിയിട്ടുള്ള ആളുകളുടെ മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം വേണമെന്ന് ചോദിച്ചാൽ നിയമനം തന്നെ നിയമവിരുദ്ധമാണ്. പിന്നെന്ത് മനുഷ്യത്വമാണ്? അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ഒരു വാദങ്ങളും നിലനിൽക്കുന്നതല്ല, അപ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഒന്ന്, താൽക്കാലിക നിയമനത്തെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിയാണ്, സ്വജനപക്ഷപാതമാണ്. താൽക്കാലിക നിയമനം കിട്ടിയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് നിങ്ങൾ പരിശോധിച്ചാൽ മതി. കഴിഞ്ഞ കാലങ്ങളിൽ കുടുംബശ്രീ മുഖാന്തരവും അല്ലാതെയും വിവിധ തസ്തികൾ കയറിയിട്ടുള്ള മുഴുവൻ CPM-കാരാണ്. CPM-ന്റെ നേതാക്കന്മാരുടെ ബന്ധുക്കളാണ്. അങ്ങനെ പാർട്ടിക്കാരെയും ബന്ധുക്കളെയും സ്ഥിരപ്പെടുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമം കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നിയമന അഴിമതിയാണ്. ആ നിയമന അഴിമതി നടത്താൻ വേണ്ടിയാണ് പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ന്യായമായിട്ടുള്ള ആവശ്യം അംഗീകരിക്കാൻ ഈ സർക്കാർ തയ്യാറാക്കണം. ഇത്രമാത്രം യുവജന വിരുദ്ധമായ ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കുറച്ച് ദിവസമായി തിരുവനന്തപുരത്ത് നടക്കുന്ന സമരം ജനങ്ങളെ ആകെ കണ്ണു തുറപ്പിക്കുന്ന സമരമാണ്. എന്നിട്ടും അതിനു മുമ്പിൽ മനസ്സറിയാനോ കണ്ണു തുറക്കാനോ തയ്യാറാകാത്ത ഈ സംസ്ഥാന സർക്കാർ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ സമൂഹത്തിന് അപമാനകരമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇന്നിപ്പോ ഭീഷണിപ്പെടുത്തിയും കേസെടുത്തുമൊക്കെ ആളുകളെ പരിഹസിച്ചുമൊക്കെ സമരത്തെ നിർവീര്യമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ കേരളത്തിൽ നടന്നിട്ടുള്ള ഈ സമരം, ആ സമരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം അത് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് ഈ സമരത്തിന് ഭാരതീയ ജനതാ പാർട്ടി എല്ലാവിധ പിന്തുണയും നൽകുകയാണ്. ഈ സമരം ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അവരുമായി ചർച്ച നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. CPM-ന്റെ കേന്ദ്ര നേതൃത്വം ഈ കാര്യത്തെ കുറിച്ച് നിലപാട് പറയണം. അവർ ചർച്ച ചെയ്യണം, പ്രധാനമന്ത്രി ചർച്ച ചെയ്യണം, പ്രധാനമന്ത്രി ചർച്ച ചെയ്യണം എന്ന് പറയുന്ന ആളുകളല്ലേ. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു കൂട്ടം ചെറുപ്പക്കാരുകളും ഇങ്ങനെ നിസ്സഹായരായി നിലവിളിച്ചുകൊണ്ട് അങ്ങേയറ്റം സമാധാനപരമായി സമരം നടത്തുമ്പോൾ ആ സമരം
ചെയ്യുന്ന ആളുകളുമായി ഒരു ചർച്ച പോലും ചെയ്യാൻ തയ്യാറല്ല എന്ന മുഖ്യമന്ത്രിയുടെയും ഗവൺമെന്റിന്റെയും നിലപാടിനോട് CPM-ന്റെ കേന്ദ്ര നേതൃത്വത്തിന്റെ അഭിപ്രായം എന്താണ് എന്ന് അറിയാൻ കൂടി BJP-ക്ക് താല്പര്യമുണ്ട്. യുവാക്കളുടെ സമരമെങ്കിലും തൊഴിലില്ലായ്മയുടെ പ്രശ്നം കൂടിയുണ്ട്. കേരളം നയിക്കുന്ന കക്ഷി എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ തൊഴിലില്ലായ്മ എന്ന പ്രശ്നം പരിഹരിക്കാൻ അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ എത്രത്തോളം ലഭിച്ചതിന് കണക്ക് ജനങ്ങൾക്ക് മുന്നിൽ പറയാൻ പറ്റുമോ? സർക്കാർ മേഖലയിൽ മാത്രമല്ല, സ്വകാര്യ രംഗത്താണെങ്കിലും സൃഷ്ടിക്കപ്പെട്ട തൊഴിലവസരങ്ങൾ കഴിഞ്ഞ 6 വർഷത്തിനിടെ കേരളത്തിൽ അത് പറയാൻ പറ്റും. സാധിക്കുമല്ലോ. കാരണം കേരളത്തിൽ വിവിധ UPSC പരീക്ഷ മുഖാന്തരം നിയമനം കിട്ടിയിട്ടുള്ള ആളുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള പരീക്ഷയിൽ കേരളത്തിൽ ജോലി കിട്ടിയിട്ടുള്ള ആളുകളും നമ്മുടെ അതാത് മന്ത്രാലയങ്ങളുടെ സെറ്റിൽ അവൈലബിൾ ആണ്. മൂന്നാമത്തെ കാര്യം, കേന്ദ്ര ഗവൺമെന്റ് പുതിയ തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾക്ക് അനുവാദം കൊടുത്തിട്ടുള്ളത് കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ ആരംഭിച്ചിട്ടുള്ളത് കേരളത്തിലാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. ഒന്ന്, ഞങ്ങള് കേന്ദ്ര സർക്കാരിനെ നേരിട്ട് നേരിടത്തിലുള്ള പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളിലും അർദ്ധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമുള്ള നിയമനം അതെല്ലാം തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെയും UPSC-യുടെയും പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. ബാങ്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്, റെയിൽവേ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ കേരളത്തിൽ ഇപ്പോ ഈ കഴിഞ്ഞ 1 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ഒരു തരത്തിൽ പിൻവാതിൽ നിയമനം നടത്താൻ BJP ഗവൺമെന്റ് പറയുന്നില്ലല്ലോ. ഒരു പൊതുമേഖലാ സ്ഥാപനത്തോട് പറയുന്നില്ല. എവിടെയെങ്കിലും താൽക്കാലികമായി നിയമിച്ച് അവരൊക്കെ സ്ഥിരപ്പെടുത്തുന്നുള്ള സമീപനം BJP ഗവൺമെന്റ്. നിങ്ങളുടെ കോൺട്രാക്ട് ബേസിൽ ആളുകളെ നിയമിക്കുക. ആ കോൺട്രാക്ട് ബേസിൽ ആളുകളെ നിയമിക്കുന്നത് സ്ഥിര നിയമനം വരുന്ന സമയത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു ടെക്നിക്കൽ അറേഞ്ച്മെന്റ് ആണ്. ആ ടെക്നിക്കൽ അറേഞ്ച്മെന്റ് നടത്തിയിട്ട് ആളുകളെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളത് സർക്കാരിന്റെ സമീപനമേ അല്ല. കോടതിയിൽ അങ്ങനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി പല തസ്തികകളിൽ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ആളുകൾ പോയപ്പോൾ അതിശക്തമായി കോടതിയിൽ നിലപാട് സ്വീകരിച്ചത് കേന്ദ്ര ഗവൺമെന്റ്. അങ്ങനെ ചില സാങ്കേതിക വിഷയങ്ങളുടെ പേരിൽ താൽക്കാലികമായി നിയമിക്കുന്നവരെ സ്ഥിര നിയമനം നടത്താൻ കഴിയില്ല എന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത്. സംസ്ഥാന ഗവൺമെന്റ് പോലെയല്ല സ്വീകരിച്ചത്. കേരളത്തിലെ സർക്കാർ ശമ്പളം കൊടുക്കുന്ന ഏതൊരു സ്ഥാപനങ്ങളിലെ അത് PSCക്ക് വിടണം എന്നൊരു ഡിമാൻഡ് BJP. ഒപ്പം തന്നെ ഈ സർവകലാശാലകളിൽ നിയമനത്തിന്റെ കാര്യത്തിൽ ഇതേ പ്രശ്നം അത് സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ്. സംസ്ഥാന സർക്കാരാണല്ലോ പറയേണ്ടത്. എല്ലാ നിയമനങ്ങളും PSCക്ക് വിടണമെന്നാണല്ലോ ഇവർ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്, CPM പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താ അവരത് പുറകോട്ട് പോകുന്നത്? ഇതുവരെ നടപ്പിലാക്കുന്നില്ലല്ലോ, ഒന്നും നടപ്പിലാക്കുന്നില്ലല്ലോ. അപ്പൊ കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളിലെ ജോലിയെ സംബന്ധിച്ച് PSCക്ക് റിപ്പോർട്ട് ചെയ്ത് PSC കൊണ്ട് പരീക്ഷ ചെയ്ത് നിയമനം നടത്തുക എന്നുള്ളതാണ് ഒരു സമീപനം സ്വീകരിക്കുന്നത്. എല്ലാ സ്ഥാപനങ്ങളും അത് ഒരു നയപരമായ തീരുമാനം സർക്കാർ എടുക്കട്ടെ. ഞങ്ങളല്ലോ നയപരമായ തീരുമാനം എടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ ഞങ്ങൾ തീരുമാനിക്കും, അതിനെക്കുറിച്ച് നിലപാടെടുക്കും. സംസ്ഥാന സർക്കാരാണല്ലോ ഇക്കാര്യത്തിൽ. ഇപ്പോ സത്യത്തിൽ പ്രശ്നം എയ്ഡഡ് സ്ഥാപനങ്ങളുടെ കാര്യത്തിലൊന്നല്ലല്ലോ, സർക്കാർ സ്ഥാപനങ്ങളെ നിയമനമാണല്ലോ ഏറ്റവും. അതാണ് ഇപ്പൊ റാങ്ക് ലിസ്റ്റ് ഉള്ളത്. എയ്ഡഡ് സ്ഥാപനങ്ങളുടെ റാങ്ക് ലിസ്റ്റ് അല്ലല്ലോ പ്രധാനപ്പെട്ടത്. അതുപോലും അതായത് സർക്കാർ നേരിട്ട് നടക്കുന്ന മറ്റത് വേണമെങ്കിൽ ഒരു ചർച്ച നടത്താമെന്ന് പറയാം. ഇതിപ്പോ സർക്കാർ നേരിട്ട് നടന്ന വകുപ്പുകൾ എവിടെ നിന്ന് എനിക്കത് ലിസ്റ്റിന്റെ അകത്ത് കൊണ്ടല്ല. KSRTC നിയമനം ഒഴിവുണ്ടായി, പരീക്ഷ നടത്തി, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് അഡ്വൈസ് മെമ്മോ അയച്ചു. അവർക്ക് ജോലി ബാക്കിയെല്ലാം ഇരിക്കട്ടെ. അഡ്വൈസ് മെമ്മോ അയച്ചിട്ട് പോലും ജോലി കൊടുക്കുന്നില്ല. അവരാണ് കഴിഞ്ഞ പ്രാവശ്യം കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ പോയി. എന്നിട്ട് ഹൈക്കോടതി ഉത്തരവുണ്ടായി, എന്നിട്ട് പോലും ഈ ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല. ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഞാൻ ഇവിടെ കണ്ടില്ല. നാളെയൊക്കെ 40 വട്ടം തൊഴിലായ്മയെ കുറിച്ച് ചെറുപ്പക്കാരെ കുറിച്ചൊക്കെ പറയും. പക്ഷേ ഇങ്ങനെ യുവജന വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിലെ ചരിത്രത്തിലുണ്ടായി. ഇപ്പൊ താൽക്കാലിക നിയമനങ്ങൾ ഇനി നടത്തണ്ട എന്ന് പറഞ്ഞ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അത് തൃപ്തികരമായ തീരുമാനമാണ്. പക്ഷെ തീരുമാനം താൽക്കാലിക നിയമനങ്ങൾ ഏർപ്പെടുത്തണ്ട. അല്ല, അതിപ്പോ അടുത്ത മന്ത്രിസഭാ യോഗത്തിന് അവർക്ക് മാറ്റാറുണ്ട്. കാരണം ഇപ്പോ കഴിഞ്ഞ 10 വർഷത്തെ എല്ലാ നിയമനങ്ങളും സ്ഥിരപ്പെടുത്തി കഴിഞ്ഞു. ഇനിയിപ്പോ സ്ഥിരപ്പെടുത്താനായി ഇനിയിപ്പോ പുതിയ നിയമനങ്ങൾ വരണമല്ലോ. ഇനിയിപ്പോ പുതിയ നിയമനത്തിൽ
താൽക്കാലിക നിയമനങ്ങളെ ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ച് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. മറ്റൊരു എന്ത് പ്രസക്തിയാണുള്ളത്? ഇനിയിപ്പോൾ അവർ താൽക്കാലിക നിയമനം നടത്തും. ഒരു 2 വർഷം കഴിഞ്ഞത് ഗവൺമെന്റ് വരുമ്പോൾ ആ ഗവൺമെന്റ് താൽക്കാലിക നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തണം എന്ന് അവർക്ക് അത് തീരുമാനിക്കാം. ഇതിൽ നയപരമായ തീരുമാനം സർക്കാർ എടുക്കേണ്ടത് സർക്കാർ വകുപ്പുകൾ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യണം. PSC സമയാസമയങ്ങൾ പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാത്രമേ നിയമനം നടത്താവൂ എന്നുള്ള ഒരു നിലപാടിലേക്ക് സർക്കാർ എത്തണം. ഇല്ലാത്തിടത്തോളം കാലം എന്ത് കാര്യം? ഇപ്പൊ എല്ലാവരെയും സ്ഥിരപ്പെടുത്തിയതിനു ശേഷം ഈ സ്ഥിരപ്പെടുത്തിയതിന്റെ കണക്ക് പോലും മുഖ്യമന്ത്രിയുടെ കയ്യിലില്ലാത്തതുകൊണ്ടല്ല പറയുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് പത്രക്കാരെ ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ടല്ലോ, എത്രയാണ് മുഖ്യമന്ത്രി പിന്നെ പറയാം എന്താ കൈ കണക്കിലാക്കും. അപ്പൊ ഇത് മന്ത്രിസഭ ഓൾറെഡി എല്ലാവരും സ്ഥിരപ്പെടുത്താൻ നിയമിച്ച ശേഷം പിന്നെ ഇനി ഭാവിയിൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുന്നത് എന്താണെന്നല്ല, ഇപ്പോഴുണ്ടാവുകയാണ്. ഇനി പുതിയ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴല്ലേ അപ്പൊ ആലോചിക്കും. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയം നിയമന നിരോധനമാണോ അതല്ല ശബരിമല പോലുള്ള വിഷയമാണ് BJP ഉയർത്തിക്കൊണ്ടിരുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വിഷയം പുതിയ കേരളം, അതിലിതെല്ലാം ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പാകെ കൊടുത്തത് ഒരു പുതിയ കേരളം ഉണ്ടാകണമെന്നാണ്. ആ പുതിയ കേരളത്തിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതെല്ലാം തെരഞ്ഞെടുപ്പ് സജീവമായി ചർച്ചയ്ക്ക് വിധേയമാക്കണം. ഏതെങ്കിലും ഒരു വിഷയം മാത്രമല്ല തെരഞ്ഞെടുപ്പിലെ വിഷയം, ഇതെല്ലാം. BJP അധികാരത്തിൽ വരുന്നതാണെങ്കിൽ ഈ കരാർ നിയമനം പൂർണ്ണമായി സംസ്ഥാനത്ത് ഇല്ലാതാക്കും. കരാർ നിയമനങ്ങൾ നിയമവിരുദ്ധമായിട്ട് നടപ്പിലാക്കില്ല. കരാർ നിയമനങ്ങൾ ഉണ്ടാക്കുന്നത് കരാർ നിയമനങ്ങളല്ല. നിയമനങ്ങൾ താൽക്കാലിക നിയമനങ്ങൾ എന്ന് പറയുന്നത് ഒരു ഒഴിവ് PSCക്ക് റിപ്പോർട്ട് ചെയ്ത് ആ ഒഴിവിൽ പരീക്ഷ നടത്തി നിയമനം നടത്തുന്ന വരെയുള്ള ഒരു പീരീഡ്. ആ സമയത്തിൽ ഒഴിവുകൾ നികത്തപ്പെടാതെ പോകരുത്, കാര്യം നടക്കണം. അതിനു വേണ്ടി നമുക്ക് കോൺട്രാക്ട് ബേസിൽ താൽക്കാലം നിയമിക്കാം. പക്ഷെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനാണ് നിയമിക്കേണ്ടത്. കേന്ദ്ര ഗവൺമെന്റ് സമീപനം BJPയുടെ സമീപനം. നിങ്ങൾ തൽക്കാലം ഒരാളെ നിയമിച്ചാൽ ആജീവനം അയാളെ നിയമിക്കുന്നത് BJPയുടെ സമീപനമല്ല. പക്ഷേ ഈ PSCക്ക് വിടാത്ത പല സ്ഥാപനങ്ങളും, ഉദാഹരണത്തിന് വക്കീല അല്ലെങ്കിൽ KSLC, ഇങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകൾക്ക് കീഴിലുള്ള പുതുതായി തുടങ്ങുന്ന പല ഏജൻസികളും സ്പെഷ്യൽ പർപ്പസ് ലീഗലായിട്ട് തുടങ്ങുന്ന പലതും അതിനൊക്കെ കീഴിലുള്ള നിയമങ്ങൾ PSCക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ താൽക്കാലിക നിയമനം നടക്കും. അപ്പൊ അവിടുത്തെ നയം തന്നെ അത്തരം സ്ഥാപനങ്ങളിൽ തന്നെ പ്രശ്നമാണെന്നാണ് അറിയുന്നത്. അത്തരം സ്ഥാപനങ്ങൾ എന്തായാലും PSCക്ക് വിടാത്തത് നയപരമായ തീരുമാനമെടുത്താൽ മതി. എല്ലാ നിയമനങ്ങളും PSC മുഖാന്തരമേ നടപ്പിലാക്കൂ എന്ന് പറയുന്ന പാർട്ടിയുടെ CPM. അവരാണല്ലോ കേരളത്തിൽ ഇത് പറഞ്ഞിട്ടുള്ളത്. DYFI ആണല്ലോ അതിനുവേണ്ടി സമരം ചെയ്തത്. ദേവസ്വം ബോർഡിൽ പോലും PSC നിയമനം വേണമെന്ന് ആവശ്യപ്പെട്ട് സമരം നടത്തിയവരാണ് DYFI. അന്നൊരു തർക്കം വന്നു, ദേവസ്വം ബോർഡിൽ എങ്ങനെയാണ് PSC നടത്തുക? കാരണം ആ എഴുത്തു പരീക്ഷയിൽ അത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് എല്ലാ ഉത്തരം പറയാൻ സാധിക്കുന്നു. പക്ഷെ അന്ന് എടുത്തൊരു നിലപാട്, DYFI എടുത്ത നിലപാട്, വഖഫ് ബോർഡ്, ദേവസ്വം ബോർഡ്, ഇതിലെല്ലാം PSC നിയമനം ആയിക്കോട്ടെ, അതൊരു പുരോഗമനാത്മക നിലപാടാണെന്ന് സമ്മതിക്കാം. പക്ഷെ ആ നിലപാടെടുത്തവർ സർക്കാർ നേരിട്ട് നടത്തുന്ന വകുപ്പുകൾ അവിടെ PSC വേണ്ട എന്ന് പറയുന്നത് എന്താർത്ഥം? അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ പറഞ്ഞ നിലപാട് ഇതൊന്നുമില്ല. ഇപ്പൊ അവർ പുറകോട്ട് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, ഈ താൽക്കാലിക നിയമനങ്ങൾ കിട്ടിയിട്ടുള്ള ആളുകൾ മുഴുവനും അവര് ഒന്നുകിൽ ഈ നേതാക്കന്മാരുടെ ബന്ധുക്കളാണ്, മന്ത്രിമാരുടെ ബന്ധുക്കളാണ്, പാർട്ടി പ്രവർത്തകരാണ്. അവർക്ക് ഇപ്പൊ അധികാരം ഒഴിയുന്നതിന് മുമ്പ് അവരെ സ്ഥിരപ്പെടുത്തണം. ആ ഒരു സിംഗിൾ പോയിന്റ് അജണ്ടയിലാണ്, വേറെ ഒന്നും ഇതിനെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ലിസ്റ്റൊക്കെ പരിശോധിച്ച് നോക്കി. നിങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ലിസ്റ്റ് പരിശോധിച്ച് നോക്കൂ. നിയമനം കിട്ടിയിട്ടുള്ളതിൽ ഒരു 90% ആളുകൾ, 10% ആളുകളല്ലാതെ വേണ്ട, പക്ഷെ 90% ആളുകളും CPM-മായി ബന്ധപ്പെട്ടുള്ളവരാണ്. അവർക്ക് ഈ ഗവൺമെന്റ് ഇനിയൊരു പക്ഷെ അധികാരത്തിൽ വരില്ല എന്ന് CPM-ന് തോന്നുന്നുണ്ടായിരുന്നു. ഇനി ഒരിക്കലും വരില്ല എന്ന് തോന്നുന്നുണ്ടായിരുന്നു. അപ്പൊ കിട്ടുന്നത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് നിയമനം നടത്താനാണ്. ഈ വിജയ് യാത്രയുടെ സമാപിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? അവസാനം തിരുവനന്തപുരത്ത് എന്തായിരിക്കും ഒരു റിസൾട്ട് ഉണ്ടാവും കേരളത്തിൽ? അല്ല, കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുന്ന യാത്രയായിരിക്കും, സംശയമില്ല. പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇന്ത്യയിലെ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്റ്റാർവാർട്ടായിട്ടുള്ള, ഏറ്റവും പ്രമുഖരായിട്ടുള്ള 2 നേതാക്കന്മാരെ തന്നെ ഈ രാജ്യത്ത് വേണ്ടി കേന്ദ്ര നേതൃത്വം നിയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ഗൗരവം കേന്ദ്ര നേതൃത്വം കേരളത്തോട് കാണിക്കുന്നത്. ഈ സംസ്ഥാന ഗവൺമെന്റ് യുവജന വിരുദ്ധ സമീപനം സ്വീകരിക്കുമ്പോൾ
കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പാചകവാതത്തിൻ്റെ വില ദൈനംദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരൻ്റെ ജീവിതം ആകെ ദുഷ്കരമാകുന്ന ഒരു അവസ്ഥയിലേക്ക്, വില വർധനവിന് കാരണമാകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ നോക്കുന്നത്? അല്ല, അത് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പെട്രോളിയം വില വർധനവിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിന് കിട്ടുന്നുള്ള അധിക നികുതി, ആ അധിക നികുതി അതേ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള വികസന പ്രവർത്തനങ്ങളും പൊതുവികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർക്കാർ മാറ്റിവെക്കുകയാണ്. അതിന്റെ പ്രയോജനം ജനങ്ങൾക്ക് തന്നെയാണ്. ആ അധിക വരുമാനം കൊണ്ട് ഒരു മറ്റു ചെലവുകളും സർക്കാർ നടത്തുന്നില്ല. സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അത് ഉപയോഗിക്കുന്നത്. 6400 കോടി രൂപ ഇപ്പോൾ വിവിധ പദ്ധതികൾക്ക് വേണ്ടി ഈ കേരളത്തിൽ ചെലവഴിക്കാൻ സർക്കാർ നിശ്ചയിച്ചത് ഇങ്ങനെയുള്ള അധിക വരുമാനത്തിന്റെ ഭാഗമാണ്. 64,000 കോടി രൂപ കേരളത്തിന്റെ റോഡ് വികസനത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് അതിന്റെ വരുമാനം, അതായത് ഒരു ഉപരിതല ഗതാഗത മന്ത്രി തന്നെ പറയുകയുണ്ടായ ദിവസം ഈ വാഹന സെസ്സിൽ നിന്നും നികുതിയിൽ നിന്നും പെട്രോളിയം നികുതിയിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ രാജ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടത്തുന്നത് എന്നതേയും പറയുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇത് കേന്ദ്ര സർക്കാർ കുറച്ച് നികുതി കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാരാണ് നികുതി കൂടുതൽ കിട്ടുന്നത്. സത്യത്തിൽ സംസ്ഥാന സർക്കാർ നികുതി പിൻവലിക്കാൻ വേണ്ടി തയ്യാറാണ്. എന്തുകൊണ്ടാണ് നികുതി പിൻവലിക്കാൻ തയ്യാറാക്കുന്നത്? സംസ്ഥാന സർക്കാരിന് വലിയ ഇതിൽ ചെലവൊന്നുമില്ലല്ലോ. ഒരു നികുതി എടുക്കാതിരിക്കട്ടെ അവർ, പക്ഷെ അവർക്ക് കുറക്കാൻ വേണം. അത് അവർ ചെയ്യുന്നില്ലല്ലോ. ഒരു സംസ്ഥാന സർക്കാരുകൾ ചെയ്യുന്നില്ലല്ലോ. രണ്ടാമത്തെ കാര്യം പാചകവാതകം. പാചകവാതകത്തിന് സബ്സിഡികളെ പാചകവാതകത്തിലെ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടില്ല. സബ്സിഡി ഇല്ലാത്തവർക്കാണ് വില വർധന. രാജ്യത്തിലെ പാവപ്പെട്ടവർക്ക് സബ്സിഡി ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ നിർമ്മലാ സീതാരാമൻ ഇപ്പൊ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 1 കോടി പുതിയ ആളുകളെ ഉജ്ജ്വല യോജനയുടെ പദ്ധതിയുടെ ഭാഗമായി ചേർക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 1 കോടി ആളുകൾക്ക് കൂടി സൗജന്യ ഗ്യാസ് കണക്ഷനും സബ്സിഡിയോട് കൂടിയിട്ടുള്ള പാചകവാതക വിതരണവും ലഭിക്കാൻ. ആ സബ്സിഡിയോടുകൂടിയുള്ള പാചകവാതകം എന്ന് പറയുന്നത് 10 വർഷം മുമ്പത്തെ വിലയാണ്. അത് കൂടിയിട്ടുണ്ട്. മറ്റത് സബ്സിഡി ഇല്ലാത്തവർക്കും ഗാർഹികേതര ഉപഭോക്താക്കൾക്കുമാണ് കൂടിയിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ട് സമൂഹത്തിൽ എന്ന പൊതു ചെലവുകൾക്കനുസരിച്ച് അത് കൂടും. ഇത് സാധാരണക്കാരെ ഇത് ബാധിക്കുന്ന വിഷയമില്ല. അവർക്കുള്ള സബ്സിഡി ഇത് പറയുമ്പോഴേ 2 UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ ക്രൂഡ് ഓയിൽ ബാരലിന് $146 ആയിരുന്നപ്പോൾ ആഭ്യന്തര വിപണിയിൽ 70 അടുത്തായിരുന്നു 1 ലിറ്റർ പെട്രോളിൻ്റെ വില. ഇന്ന് 62 $1 വില. ഇപ്പോൾ അത് 90 അടുത്തേക്ക് എത്തിയിരിക്കും. ഇനി $146 പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില എത്തുകയാണെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരന് എങ്ങനെ ജീവിക്കാൻ കഴിയും? നിങ്ങൾ ഈ ക്ഷേമപ്രവർത്തനങ്ങൾ എല്ലാ കാലഘട്ടത്തിലും അതാത് ഗവൺമെൻറ്റുകൾ ഭരിക്കുന്നത് നികുതിയിലൂടെയാണ്. സംസ്ഥാന ഗവൺമെൻറ്റും നികുതിയിലൂടെയാണ് പണം കണ്ടെത്തിയാണ് ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുന്നത്. ക്ഷേമപ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ കൊള്ളയടിച്ചിട്ട് വേണം. സാധാരണക്കാർ കൊള്ളയടിക്കുന്നില്ല. ഇതൊരു കൊള്ളയെന്ന് പറയുന്നുണ്ട്. കാരണം ഒന്ന്, രാജ്യത്തിലെ പെട്രോളിയം വകുപ്പിൽ കഴിഞ്ഞ ഒരു 10-15 വർഷമായി ഉണ്ടായിട്ടുള്ള ഭീമമായിട്ടുള്ള കടം, ആ കടം മുഴുവൻ ഇപ്പോൾ വീട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അത് പെട്രോളിയം മന്ത്രാലയത്തിന് കിട്ടുന്നുള്ള അധിക വരുമാനം കൊണ്ട് തന്നെയാണ് ആ കടം വീട്ടിക്കുന്നത്. UPA ഗവൺമെന്റ് കാലഘട്ടത്തിൽ നമ്മൾ ചോദിച്ചത്, ഒരു ഭാഗത്ത് പെട്രോളിയം കമ്പനികളുടെ കടം കടമായിട്ട് നിൽക്കുന്നു. ആ കടം നിൽക്കുന്ന സമയത്ത് വില എങ്ങനെയാണ് കൂടുന്നത്? വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അധിക വരുമാനം ഉണ്ടാകുമ്പോൾ ആ കടം വിടണ്ടേ? അപ്പൊ ഒരാളോട് 100 രൂപ നമ്മൾ മേടിക്കുന്നു. 100 രൂപ അധികമായി നമ്മൾ മേടിക്കുമ്പോൾ എന്റെ ബാധ്യതയായിട്ടുള്ള എനിക്ക് 100 രൂപ കടമുണ്ടെങ്കിൽ ഞാനത് വീട്ടണ്ടേ? ഒരേ സന്ദർഭത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കടമായി നിൽക്കുന്നു, സബ്സിഡി ഇല്ലാതാകുന്നു. മൂന്നാമതായിട്ട് പെട്രോളിയത്തിന്റെ വിലയും കൂടുന്നു. ഇത് മൂന്നും പൊരുത്തപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അത് ചോദിച്ചത്. ഇന്നിപ്പോ കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 2 മാസമായി നടക്കുന്ന വിലവർദ്ധനവ് എന്ന് പറയുന്നത്, കഴിഞ്ഞ 1.5 മാസമായുള്ള വിലവർദ്ധനവ് ഒരു സ്റ്റാഗ്നേഷൻ മാറിയപ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായുള്ള പരിണാമമാണ്. അതിപ്പോ ഇനിയുള്ള ദിവസങ്ങൾ താഴാനും വേണ്ടി പോകുന്നു. അതായത് ഈ കോവിഡ് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിക്ക് ശേഷം പെട്ടെന്ന് മാർക്കറ്റ് ഉണർന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഡിമാൻഡും ആ ഡിമാൻഡിന്റെ ഭാഗമായിട്ടുള്ള ഒരു വിലവർദ്ധനവുമാണ്. പല രാജ്യങ്ങളും പല രീതിയിലാണ്. നമ്മുടെ രാജ്യത്തിനനുസരിച്ചല്ല മറ്റു ചില രാജ്യങ്ങൾ ഉണ്ടാവുക. പക്ഷെ ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളിലും ഈ വിലയിൽ ഒരു ഫ്ലക്ച്വേഷൻ വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിലവർദ്ധനം ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞ ദിവസം ധർമ്മേന്ദ്ര പ്രധാൻ കൊച്ചിയിൽ വന്ന സമയത്ത് നിങ്ങളുടെ തന്നെ ചോദ്യത്തിന് അദ്ദേഹം കണക്കുകൾ സഹിതം മറുപടി പറഞ്ഞിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ 1 മാസം കൂടി കഴിയുമ്പോൾ അതിൽ മാറ്റം ഉണ്ടാകും, വില കുറയുന്ന സാഹചര്യം ഉണ്ടാകും.
കാരണം അന്താരാഷ്ട്ര സാഹചര്യം മാറാൻ വേണ്ടി പോവുകയാണ്. ഇതൊരു പശ്ചാത്തലമുണ്ട്. പക്ഷെ നോർമലി കഴിഞ്ഞ കാലങ്ങളിൽ വില കൂടിയിട്ടുണ്ട്, ഞാനത് നിഷേധിക്കുന്നില്ല. ആ കൂടുന്ന സമയത്ത് രാജ്യത്തിലെ പെട്രോളിയം കമ്പനികൾ അവരുടെ നഷ്ടം മുഴുവനും കടം മുഴുവനും വീഴ്ത്തി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിലെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് പലിശ കൊടുക്കേണ്ട ആവശ്യമില്ല. മറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട, അതായത് ജനങ്ങൾ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നികുതി ഉണ്ടല്ലോ, ആ നികുതി പണം എടുത്തിട്ടാണ് പെട്രോളിയം കമ്പനികളുടെ നഷ്ടം ഇതുവരെ നികത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ പറയുമ്പോഴും കോവിഡ് കാലത്ത് ബാരൽ $26 കൂപ്പ് കുത്തി എണ്ണ വില, എന്നിട്ടും അതിൻ്റെതായ ഗുണം ഈ നാട്ടിലെ സാധാരണക്കാർക്ക് കുറഞ്ഞിട്ടില്ല. കൂടുമ്പോൾ കൂടുമെന്നും കുറയുമ്പോൾ കുറയുമെന്നും പറഞ്ഞിട്ട് കുറയുമ്പോൾ അതിൻ്റെ ഗുണം സാധാരണക്കാർക്ക് ലഭിക്കുന്നില്ല. കൂടുമ്പോൾ കൂടുന്ന കാര്യത്തിൽ യാതൊരുവിധ നിയന്ത്രണവുമില്ല. അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. സാധാരണക്കാർക്ക് എങ്ങനെയാണ് ഗുണം കിട്ടുന്നത്? സാധാരണക്കാർക്കുള്ള ഗുണമാണ് കോവിഡ് കാലഘട്ടത്തിൽ ലോകത്തിൽ ഒരു രാജ്യവും നടത്താത്ത രീതിയിലുള്ള കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ ഇന്ത്യയാണ് നടത്തിയത്. 10 മാസക്കാലം തുടർച്ചയായി രാജ്യത്തിലെ 82 കോടി ആളുകൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്ത ഒരു ഗവൺമെന്റ് ലോകത്ത് നിങ്ങൾ കാണിച്ചത്. ഇന്ത്യ മാത്രമല്ലല്ലോ, കോവിഡ് ഭീതി ഉണ്ടായിട്ടുള്ള രാജ്യത്തിലെ സാമ്പത്തിക ശക്തികളുണ്ട്, വികസ്വര രാജ്യങ്ങളുണ്ട്. ഒരു രാജ്യം കാണിച്ചത് 10 മാസം തുടർച്ചയായി ഒരിടവേള പോലും ഇല്ലാതെ 84 കോടി ആളുകൾക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്തു. ഈ രാജ്യത്തിലെ 18 കോടി ആളുകൾക്ക് 1500 രൂപ ജനത്തിന്റെ അക്കൗണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഗവൺമെന്റ് കാണിക്കും. ഇതൊക്കെ പണമാണല്ലോ, ഇതൊക്കെ പണം ജനങ്ങൾക്കാണല്ലോ കിട്ടുന്നത്. അപ്പൊ ജനങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ പല വഴിയും പെട്രോളിന്റെ ഭാഗമായി സർക്കാരിന് കിട്ടുന്ന പണം സർക്കാർ ദൂർത്തടക്കിയല്ല, പല വഴികളിലൂടെ തിരിച്ച് ജനങ്ങളിലേക്ക് തന്നെ എത്തുകയാണ്, അർഹതയുള്ള ആളുകൾക്ക് എത്തുകയാണ്. അതായത് വണ്ടി ഉപയോഗിക്കുന്ന ആളുകളെക്കാൾ പാവപ്പെട്ടവർ നമ്മുടെ രാജ്യത്തുണ്ട്. സ്വന്തമായിട്ട് വാഹനം ഉപയോഗിക്കുന്ന ആളുകളെക്കാൾ പാവപ്പെട്ട ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. സ്വന്തമായി വാഹനം ഉപയോഗിക്കുന്ന ആളുകളെല്ലാവരും പണക്കാരാണ് നടത്തുന്നതല്ല ഞാൻ പറയുന്നത്, അവരെക്കാൾ പാവപ്പെട്ടവരുണ്ട്. അപ്പൊ മധ്യവർത്തികളും ഇടത്തരക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകളെയാണ് ഈ കോവിഡ് കാലഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സഹായിച്ചത്. ആ പണം പണമായിട്ട് തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഏറ്റവും സാധാരണക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോ ഈ കോവിഡ് കാലം ഈ ശേഷം ഈ കഴിഞ്ഞ മാസം ഒരൊറ്റ ക്ലിക്കിലൂടെ രാജ്യത്തിലെ 18,000 കോടി രൂപ കർഷകന്മാർക്ക് കിട്ടി. അത് കാര്യം പറയുന്നത് അത് പണമല്ല, സാധാരണക്കാർക്കല്ലേ കിട്ടിയത്. അപ്പോ ജനങ്ങളിൽ നിന്ന് ശരിയാണ് നികുതി വരുമാനം സർക്കാരിനുണ്ട്. പക്ഷെ ആ നികുതി വരുമാനം കൊണ്ട് സർക്കാർ ഒരു തരത്തിലുള്ള ധൂർത്തമല്ല നടത്തുന്നത്, തിരിച്ച് ആ പണം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇതൊരു ഒരു സൈക്ലിംഗ് ആണ്. ആ സൈക്ലിംഗ് ആണ് ഭരണം. ഈ ഒരു ഗവർണൻസ് എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പണം ജനങ്ങളിലേക്ക് തിരിച്ചെത്തിക്കുകയാണ്. ഞങ്ങൾ പഠിച്ച ഗവർണൻസ് അതാണ്. ആ ഗവർണൻസ് വിജയകരമാണ് എന്നുള്ളതാണ് ജനങ്ങൾ BJP പറയുന്നത് കേൾക്കുന്നത്. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് അത് സ്വീകാര്യമാണ്. ഈ വിജയയാത്രയിൽ കേന്ദ്രത്തിലെ പ്രമുഖ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെയാണല്ലോ അണിനിരത്താൻ പോകുന്നത്. കേരളത്തിൽ നിന്നുള്ള ദേശീയ നേതാവ്, സംസ്ഥാന ദേശീയ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അബ്ദുള്ള കുട്ടിയുടെ പടം ഈ പോസ്റ്റിൽ കാണാൻ പോകുന്നു. എങ്ങനെ അല്ല, ഞാനതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ നമ്മൾ തിരുത്തണല്ലോ. കൊച്ചിയിൽ പ്രധാനമന്ത്രി സമയത്ത് പിതാമേനം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് വിവാദം ഉണ്ടായിരുന്നു. BJP പ്രവർത്തകർക്കിടയിൽ തന്നെ RSS നേതൃത്വത്തിനുമായി മുതിർന്ന നേതാക്കളെ പിതാമേനം പ്രധാനമന്ത്രി സ്വീകരിച്ചിരുന്നു. അവര് സംസ്ഥാന ഭാരവാഹിയാണ് മംഗളാമോർച്ചയുടെ. പ്രധാനമന്ത്രി വന്ന സമയത്ത് 3 സ്ഥലത്ത് സ്വീകരണം ഉണ്ടായിരുന്നു. ഒന്ന് നാവൽ ബേസില്, രണ്ടാമത് ഹെലിപ്പാഡില്, മൂന്നാമത് അമ്പലം. ഈ 3 സ്ഥലത്ത് നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ, മോർച്ചയുടെ സംസ്ഥാന ഭാരവാഹികൾ എല്ലാവരെയും അവിടെ സ്മിതാമേനോൻ മാത്രമല്ല, സ്മിതാമേനോൻ സ്വീകരിച്ച പാർട്ടിയുടെ മറ്റു ഭാരവാഹികളുണ്ടല്ലോ. ഞങ്ങളുടെ ശ്രദ്ധയിൽ ഏതായാലും അങ്ങനെ വിവാദം ഉണ്ടാക്കണം.